ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമ ഞാൻ ഇന്നലെ കോർണേഷൻ തിയേറ്ററിൽ പോയി കാണുന്നത്. കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൽ നിന്നാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. ഹൗസ്ഫുൾ ഷോ ആണ്. അത്യാവശ്യം നല്ല റഷിൻ്റെ കൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള മിത്തുകൾ, ചാത്തൻ, നീലി, അങ്ങനെയുള്ള മിത്തുകളുടെ ഒരു പുതിയ വേർഷനായിട്ടാണ് പുതിയ കാലഘട്ടമായിട്ട് സിങ്ക് ചെയ്തിട്ട് ബ്രില്യൻ്റായി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ലോക ചാപ്റ്റർ 1 എന്ന സിനിമ. അപ്പോൾ ഈ സിനിമയുടെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. ഓക്കെ, ഡൊമിനിക് അരുണിൻ്റെ ഫസ്റ്റ് സിനിമ നമുക്കെല്ലാവർക്കും അറിയാം, തരംഗമാണ്. തരംഗത്തിന് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ബ്രില്യൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സ്ക്രീൻ പ്ലേ ഡൊമിനിക്കിൻ്റെ തന്നെയാണ്. പിന്നെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രനാണ്. ശാന്തി ബാലചന്ദ്രൻ ഫസ്റ്റത്തെ സിനിമയിൽ തരംഗത്തിൽ നായികയായി അഭിനയിച്ച ശാന്തി ബാലചന്ദ്രനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റാണ് ഒരു സിനിമയുടെ നട്ടിലെന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് മോശമായി കഴിഞ്ഞാൽ സിനിമ കംപ്ലീറ്റ് ആയിട്ടും മോശമായി പോകും. നല്ല വൃത്തിയായിട്ട് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കൺസീവ് ചെയ്തിട്ട് സ്ക്രീനിൽ കൊണ്ടുവരുന്നതിന് കഴിവ് വേണ്ട. അതിന് ഞാൻ ഡയറക്ടർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. അത് ബ്രില്യൻ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡൊമിനിക് അരുൺ. പിന്നെ ഇതിൽ ഉള്ള ബാക്കിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു പറയണം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. ഇതിൽ സ്റ്റോറി ഡൊമിനിക് അരുൺ തന്നെയാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ, ചന്തു സലീം കുമാർ, നസ്ലൻ, പിന്നെ അരുൺ കുര്യൻ, നിഷാന്ത് സാഗർ, രഘുനാഥ് പാലരി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ ഉണ്ട്, ശരത് സഭ, ഇത്ര ആക്ടേഴ്സാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സാൻഡി ഉണ്ട്. സാൻഡി എല്ലാവർക്കും അറിയാം, ഇതിലൊക്കെ ലിയോല് ചോക്ലേറ്റ് കോഫി ആക്ടർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ ഞാൻ പറയാം. അതിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ടൈറ്റിൽ റോൾ ചെയ്തിട്ടുള്ള കല്യാണി പ്രിയദർശനാണ്. ഒരു രക്ഷയില്ല. കല്യാണി പ്രിയദർശൻ അല്ലാതെ വേറൊരു ആക്ട്രസിനെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പായി പോയി. ഞാൻ അങ്ങനെ പറയില്ല. കല്യാണി ഇതിന് ആപ്റ്റായിട്ടുള്ള റോളാണ് കല്യാണത്തിൽ ചെയ്തിട്ടുള്ളത്. കല്യാണിൻ്റെ അന്യ സ്ക്രീൻ പ്രസൻസ്, അന്യ ഓരോ നോട്ടത്തിലും കൊടുക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. കല്യാണി കൊണ്ട് നിർത്തിയാൽ ആ ക്യാരക്ടറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് കല്യാണി പ്രിയദർശൻ തന്നെയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നസ്ലിനാണ്. നസ്ലിന് ഓൾറെഡി സാധാരണയായിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ തന്നെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സീൻസൊക്കെ നന്നായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡിയൊക്കെ നല്ല ചിരിച്ചൂപ്പാട് വന്നിട്ടുണ്ട്. പിന്നെ ചന്തു സലീംക, പിന്നെ ആദ്യത്തെ സിനിമയിലൊക്കെ കുറച്ച് ഗർഭിക ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ചന്തു സലീംകാർ പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആക്ടർ തന്നെയാണെന്നുള്ളത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് അരുൺ കുര്യനാണ്. അരുൺ കുര്യൻ ഇവരൊക്കെ ഒരേ ഗ്യാങ്ങിലുള്ള ആളാണ്. ഇവർ തമ്മിലുള്ള കോമ്പോസ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ഫിലിമിൽ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഞാൻ ന്യൂസ് കേട്ടത് 30 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളതെന്ന് കേട്ട്. പക്ഷേ 30 കോടി ബഡ്ജറ്റ് അല്ല, ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 കോടി 400 കോടിക്കൊക്കെ ചെയ്തു വയ്ക്കുന്ന ഒരു പരിപാടി എന്നല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും 300 കോടീൻ്റെ ഒരു ക്വാളിറ്റി ഇതിൽ കാണാണ്ട്. സോ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വേഫെയർ ആണ്, ദുൽഖർ സൽമാൻ. ഇതിൽ സിനിമ ബാക്ക് ചെയ്തിട്ട് ദുൽഖർ സൽമാൻ ഒരു വലിയ കൈയ്യടി ഇറക്കിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇൻഡെപ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞാൻ പറയാം. അതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. കിടിലം വർക്ക് കേട്ടോ, ഒരു രക്ഷയില്ല, കിടിലം വർക്കാണ്. അത് നിയോൺ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബാംഗ്ലൂരാണ് ഇതിൻ്റെ പശ്ചാത്തലം നടക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ നിയോൺ ലൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നിയോൺ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്.
കിടിലം വർക്കാണ് നിമിഷ് രവി ചെയ്തിട്ടുള്ളത്. നിമിഷ് രവിൻ്റെ പിന്നത്തെ വർക്ക് കാരണമൊക്കെ അറിയാമല്ലോ. കുറച്ച് കൂടുതലൊന്നും പറയാനില്ല. കിടിലം സിനിമാറ്റോഗ്രാഫറാണ്. നിമിഷ് രവിയാണ് ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമ്മൻ ചാക്കോ. ഓ മൈ ഗോഡ്, കിടിലം വർക്കാണ്. കിടിലം വർക്ക് തന്നെ കിടിലം വർക്ക്. ഓരോ ട്രാൻസിഷൻ ആയിക്കോട്ടെ, മാച്ച് കട്ടൊക്കെ ചെയ്തിരിക്കുന്ന പരിപാടി സിനിമയുടെ മൊത്തത്തിലൊരു എഡിറ്റിങ്ങിന് ഭയങ്കരമായിട്ട് നല്ലൊരു പ്രാധാന്യമുണ്ട്. എഡിറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പോയി. ചമ്മച്ചക്കോ കിട്ടിട്ട് ബ്രില്യൻ ജോബ്. പിന്നെ അതിൽ മ്യൂസിക് ആൻഡ് BGM ജേക്സ് ബിജോയ്. ഐ റിപ്പീറ്റ്, ജേക്സ് ബിജോയ്. ജേക്സ് ബിജോയിൻ്റെ ഇപ്പോൾ 2025 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് ലീഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജേക്സ് ബിജോയ് ആണ്. കിടിലം വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അനിരുദ്ധ് ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അനിരുദ്ധ് സുഷിൻ ശ്യാമൊക്കെ ചെയ്തു. സുഷിൻ ശ്യാമൊക്കെ പുറകോട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആരും പിടിച്ച് പറയില്ല. സുഷിൻ ശ്യാമൊക്കെ ഔട്ടായി തന്നെ പറയാം. കാരണം സുഷിൻ ശ്യാമ അനിരുദ്ധൊക്കെ ചെയ്യുന്നതിൻ്റെ ഡബിളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല. ആ രീതിയിലാണ്. അതിൽ തന്നെ ഏറ്റവും ത്രില്ലടിച്ച് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കിലൊരു സീനുണ്ട്. ചെറിയ കുട്ടീനെ കാട്ടിലൊക്കെ വെച്ചിട്ടുള്ള അതിൽ കാണിച്ചിട്ട് പരിപാടി ഉണ്ട്. ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ട് എനിക് ബെന്നാണ്. ഭീകര പരിപാടിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ട് തിയേറ്റർ തന്നെ പോയി മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ കാണണം. നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക. കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. ഓക്കെ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കല്യാണി പ്രദർശനം. ഞാൻ പറഞ്ഞു, കല്യാണി പ്രദർശൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് സീനാണെന്നുള്ള കണ്ടവർക്ക് കത്തും. വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു റെട്രോ സോങ്ങൊക്കെ ഇട്ടിട്ട് ഒരു സീനുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ ഇതിൽ കല്യാണി ഓൺ വോയിസ് അല്ല ഡബ് ചെയ്തിരിക്കുന്നത് സയനോരയാണ്. സയനോര പെർഫെക്റ്റ് ആട്ടോ. ഇതിൽ 2 സിനിമയിലും സയനോര തന്നെയാണ് കല്യാണിക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അടുത്ത സിനിമയായിട്ട് കാണാം. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ അടുത്ത സിനിമ റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.